പ്രിയപ്പെട്ടവരെ, കലാകേരളത്തിൻ്റെ വളരെ പ്രൗഢമായ ആകാശത്തിനുമേൽ ഏറ്റവും അപമാനകരമായ ഒരു നിഴൽ വീണ വാർത്തയുടെ നടുക്കത്തിലാണ് നമ്മളെല്ലാവരും. പ്രഗത്ഭനായ മോഹിനിയാട്ടം നർത്തകൻ ശ്രീ RLV രാമകൃഷ്ണൻ വർണ്ണപരവും ജാതീയവുമായ വാക്കുകളാൽ അപമാനിക്കപ്പെട്ടത് കേരളത്തിൻ്റെ ഹൃദയമിടിപ്പിൽ തന്നെ കലയുടെ താളം വല്ലാതെ പിഴച്ചുപോയ ഒരു ദിവസമായി ഇന്നിനെ മാറ്റിയിരിക്കുന്നു. പ്രഗത്ഭ സംഗീതജ്ഞനായ ശ്രീ കൃഷ്ണയ്ക്കും RLV രാമകൃഷ്ണനും നേരിട്ട വർണ്ണപരവും ജാതീയവും വംശീയവുമായ ഇത്തരം ക്രൂരമായ അപമാന പ്രക്രിയകൾക്കെതിരെ വൈലോപ്പിള്ളി സംസ്കൃതി ഭവനും ഈ ചിലങ്ക എന്ന നൃത്തോത്സവവും അതിശക്തമായി ഈ സഹൃദയരായ പ്രേക്ഷകരെ സാക്ഷി നിർത്തി നിങ്ങളുടെയും ഐക്യദാർഢ്യത്തോടെ അപലപിക്കുകയും കൃത്യമായ എതിർപ്പ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം ഒന്നുകൂടി സൂചിപ്പിക്കുന്നു, 18-ാം തീയതി ആരംഭിച്ച ചിലങ്ക നൃത്തോത്സവം നാളെയാണ് അവസാനിക്കുക. ഈ 5 ദിവസങ്ങളിലായി നടന്ന നൃത്തോത്സവത്തിൻ്റെ ആദ്യ ദിനം, ഉദ്ഘാടന ദിവസം, തിരുവനന്തപുരം നഗരത്തിലെ നൃത്ത അധ്യാപകരെ എല്ലാവരെയും ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു. ഞങ്ങൾ അവരെല്ലാവരുടെയും സാന്നിധ്യം ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു. ആദരണീയരായ കലാമണ്ഡലം വിമല മേനോൻ, ശ്രീമതി ഗിരിജാചന്ദ്രൻ, ശ്രീമതി ലീല പണിക്കർ, ശ്രീ നന്ദൻകോട് വിനയചന്ദ്രൻ, ശ്രീ ബാബു നാരായണൻ മാഷ്, അങ്ങനെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ അധ്യാപകരെ ക്ഷണിച്ചതിന് എൻ്റെ കൂട്ടത്തിൽ മാത്രമാണ് അപമാനകരമായ പരാമർശം നടത്തിയ വ്യക്തി ചിലങ്കയുടെ ഉദ്ഘാടന വേദിയിൽ ഇവിടെ വന്നെത്തപ്പെട്ടത് എന്നും പ്രസ്തുത വ്യക്തിക്ക് വൈലോപ്പിള്ളി സംസ്കൃതി ഭവനുമായോ ചിലങ്ക നൃത്തോത്സവവുമായോ വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ്റെ സാംസ്കാരിക പ്രക്രിയകളുമായോ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നുകൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുന്നു. ഈ അപമാനകരമായ പ്രക്രിയയെ അതിശക്തമായി അപലപിച്ചുകൊണ്ട് RLV രാമകൃഷ്ണൻ എന്ന മഹാനായ കലാകാരന് ഐക്യദാർഢ്യം അറിയിക്കുന്നു. നന്ദി.